നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദിണ്ടിഗൽ മണി അത്ര ചെറിയ മീനല്ല. വലിയ രാഷ്ട്രീയ പിന്തുണയുണ്ട് ഇയാൾക്കവിടെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഡി മണിയുമായി ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. ഡയമണ്ട് മണി, MS മണി, ഡി മണി തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്ന M സുബ്രഹ്മണ്യത്തിൻ്റെ അനുയായി വിരുദനഗർ സ്വദേശിയായ ശ്രീകൃഷ്ണനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊബൈലിന്റെ CDR പരിശോധനയിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. പന്തളം സ്വദേശിയായ വിദേശ പ്രവാസി മലയാളി. ഇദ്ദേഹം നൽകിയ സുപ്രധാന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത്. SIT സംഘം ചോദ്യം ചെയ്ത ഡി മണി തന്നെയാണ് വിഗ്രഹക്കടത്ത് കേസിൽ താൻ ഉന്നയിച്ച ഡി മണിയെന്ന് വിദേശ പ്രവാസി മലയാളി തറപ്പിച്ചു പറയുന്നു. SIT ഡി മണിയെ ചോദ്യം ചെയ്ത ഫോട്ടോകൾ നോക്കിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ദിണ്ടിഗലിലെത്തിയ SIT സംഘത്തിന് തുടക്കത്തിൽ തമിഴ്നാട് പോലീസ് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഡി മണിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ തമിഴ്നാട് പോലീസ് സംഘം അപ്രതീക്ഷിതമായി പിൻവാങ്ങി. തമിഴ്നാട്ടിൽ ഡി മണിക്ക് ലഭിക്കുന്ന ഉന്നത രാഷ്ട്രീയ സംരക്ഷണം SITയെ പരിഭ്രമിപ്പിച്ചു. ദിണ്ടിഗൽ പോലീസിന്റെ സഹായത്തോടെയാണ് SIT സംഘം ഡി മണിയെ ചോദ്യം ചെയ്യാൻ അയാളുടെ കേന്ദ്രത്തിലെത്തിയത്. എന്നാൽ ചോദ്യം ചെയ്യലിനിടെ SITയെ പ്രതിരോധത്തിലാക്കി ദിണ്ടിഗൽ പോലീസ് പൊടുന്നനെ സ്ഥലത്തു നിന്ന് പിന്മാറി. SITയെ അറിയിക്കാതെയുള്ള ദിണ്ടിഗൽ പോലീസിന്റെ ഈ പിന്മാറ്റത്തിന് പിന്നിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട്. രാജ്യം ഉറ്റുനോക്കുന്ന സ്വർണ്ണക്കൊള്ള കേസ്. ഈ കേസിൽ തമിഴ്നാട് പോലീസ് പൊടുന്നനെ പിന്മാറണമെങ്കിൽ അതിനു പിന്നിൽ വലിയ ഭരണ സ്വാധീനമുണ്ടാവാം. കേരളത്തിൽ ഇടതുമുന്നണിക്കും പിണറായി വിജയനുമൊക്കെ തലവേദനകൾ സൃഷ്ടിക്കുന്നതാണ് ഡി മണി ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യലുകൾ. അതുപോലെ തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നതർക്ക് ഡി മണിയുമായി ബന്ധമുണ്ടോ എന്ന സംശയം ഇത്തരം നീക്കങ്ങൾ കൊണ്ട് ശക്തമാണ്. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ ഡി മണി എത്തിയെന്നാണ് പ്രവാസി മലയാളിയുടെ മൊഴി. അദ്ദേഹം ഇപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ഡി മണി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു എന്നതിൻ്റെ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇവിടെ ഡി മണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറമുള്ള ശബരിമല ഉന്നതൻ ആര്? സ്വാഭാവികമായും ഭരണകക്ഷിയായ CPMുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തി തന്നെയാവണം ആ ഉന്നതൻ. ഈ ഭയം ഇപ്പോൾ CPM ഉന്നത കേന്ദ്രങ്ങളെ വേട്ടയാടി തുടങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിനിടയിലാണ് അപ്രതീക്ഷിതമായി വിഗ്രഹക്കടത്തിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത്. ഇതിനെ തുടർന്ന് SIT തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഡി മണിയുടെ സംഘത്തെ തിരിയുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടന്നു. ഡി മണിയുടെ മൊഴിയിൽ അടിമുടി പൊരുത്തക്കേടുണ്ട് എന്ന് SIT വിലയിരുത്തി. ഇടപാടുകളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് മണി എത്തിയിരുന്നു എന്ന് SIT ഉറപ്പിക്കുമ്പോഴും എന്തുകൊണ്ട് അന്വേഷണവുമായി യാതൊരു വിധത്തിലും ഇപ്പോഴും മണി സഹകരിക്കുന്നില്ല എന്ന് സംശയം ബാക്കി. ഡി മണിയുടെ പണമിടപാടുകളിൽ അസ്വാഭാവികതയുണ്ട് എന്ന് SIT ഉറപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ ഇതുവരെ പ്രത്യക്ഷ തെളിവുകൾ ലഭിച്ചിട്ടില്ല. SIT ചോദ്യം ചെയ്ത ഡി മണി, സുഹൃത്ത് ബാലമുരുകൻ എന്നിവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ കേരളത്തിൽ ഹാജരാകുമോ എന്ന സംശയം ഇപ്പോൾ ശക്തമാണ്. ബുധനാഴ്ച തിരുവനന്തപുരത്തെ SITയുടെ ക്യാമ്പ് ഓഫീസിൽ ഹാജരാകണമെന്നാണ് ഇരുവർക്കും നൽകിയിരിക്കുന്ന നോട്ടീസ്. ഡി മണിക്ക് പിന്നിൽ വൻ സംഘമുണ്ട് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. ഡി മണിയുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ച അന്നു മുതൽ SIT സംഘം ഇയാളുടെ നീക്കങ്ങൾ ദിണ്ടിഗലിലെത്തി നിരീക്ഷിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇയാളെ ചോദ്യം ചെയ്യാനായി അയാളുടെ ഓഫീസിലെത്തിയത്. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ M സുബ്രഹ്മണ്യ പറഞ്ഞ ചില വെളിപ്പെടുത്തലുകളുണ്ട്. തൻ്റെ മേൽവിലാസം ഉപയോഗിച്ച് ബാലമുരുകൻ എന്നൊരു വ്യക്തി തൻ്റെ പേരിൽ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലായിരുന്നു അതിൽ പ്രധാനം. പിന്നീട് ബാലമുരുകനെ തനിക്കറിയാം എന്ന നിലപാടിലേക്ക് ഡി മണി കടന്നു. എന്നാൽ എല്ലാറ്റിനുമൊടുവിൽ ബാലമുരുകന്റെ പേരിലുള്ള മൊബൈൽ ഫോൺ താൻ ഉപയോഗിക്കുന്നു എന്ന് മണി സ്ഥിരീകരിക്കുന്നു. മറ്റുള്ളവരുടെ പേരിലെടുത്ത 3 സിം കാർഡുകളാണ് ഡി മണി ഉപയോഗിക്കുന്നത്. ദിണ്ടിഗൽ മേഖലയിൽ ഇയാൾക്ക് പ്രത്യേക ഒരു സംരക്ഷണ കവചം തന്നെയുണ്ട്. ദിണ്ടിഗൽ പോലീസ് SIT സംഘത്തോട് സഹകരിക്കാത്തത് ഇയാളുടെ സ്വാധീനം മൂലമാണ് എന്ന് SIT ഉറപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ല എന്നും SITയുടെ ചോദ്യങ്ങൾക്കെല്ലാം താൻ മറുപടി നൽകിയെന്നും
ഇതിനിടയിൽ ഡി മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തുടർന്നും തന്നെ വേട്ടയാടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജീവനെടുക്കുമെന്ന ഭീഷണിയാണ് ഡി മണി മുന്നോട്ട് വയ്ക്കുന്നത്. ഏറെ വികാരാധീനനായി മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസത്തെ വാദങ്ങൾ വീണ്ടും ഉന്നയിച്ച് താൻ നിരപരാധിയും സാധാരണക്കാരനുമാണ് എന്ന് ഡി മണി വാദിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് താൻ ഈ നിലയിലെത്തിയത് എന്ന് മണി പറയുന്നു. സ്വർണ്ണ വ്യാപാരിയല്ല, പോലീസ് അന്വേഷിക്കുന്ന വിഷയം പോലും തനിക്കറിയില്ല, കേരളത്തിലേക്ക് അധികം പോയിട്ടില്ല, ശബരിമലയിലും പോകാറില്ല, ബാലമുരുകൻ എന്ന സുഹൃത്തിൻ്റെ സിം ഉപയോഗിക്കുന്നു എന്നതിൻ്റെ പേരിൽ തന്നെ ഇത്രയധികം വേട്ടയാടരുത്, താൻ ഡി മണിയല്ല MS മണിയാണ് എന്ന വാദം സുബ്രമണി ആവർത്തിക്കുന്നു. മറുവശത്ത് ഡി മണി എന്നത് ഡയമണ്ട് മണിയുടെ ചുരുക്കപ്പേരാണ് എന്ന് അന്വേഷണ സംഘം. MS മണി എന്നാണ് ഔദ്യോഗികമായി ഇയാൾ അറിയപ്പെടുന്നത്. എന്നാൽ ഡയമണ്ട് മണി എന്ന പേരിൽ പല സ്ഥലങ്ങളിലും ഇയാൾക്ക് വിളിപ്പേരുകളുണ്ട്. മണിയുടെ യഥാർത്ഥ പേര് M സുബ്രഹ്മണ്യം എന്നാണ്. അതിൻ്റെ ചുരുക്കപ്പേരാണ് MS മണി. ഡയമണ്ട് ബിസിനസ് ഉള്ളതുകൊണ്ട് ഇയാൾക്ക് ഡി മണി എന്ന പേര് വന്നു, അഥവാ ഡയമണ്ട് മണി. ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളായ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. മണി പോലീസിന് മുന്നിൽ പറഞ്ഞതൊക്കെ ശുദ്ധ നുണയും തട്ടിപ്പുമാണ് എന്ന് SIT കരുതുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് നടന്നാൽ മാത്രമേ സത്യം പുറത്തു വരൂ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഡി മണിയുടെ പിന്നാലെ പായുമ്പോൾ യഥാർത്ഥ സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? അതാണ് ഏറെ വിചിത്രം. ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ള അവസാന ഘട്ടത്തിൽ അന്വേഷണം എത്തി നിൽക്കുമ്പോഴും കാണാതായ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നതിൽ അന്വേഷണ സംഘത്തിന് ഉത്തരമില്ല. താൻ വാങ്ങിയ സ്വർണ്ണപ്പാളികൾ എവിടെ നിക്ഷേപിച്ചു എന്നതിൽ ഗോവർദ്ധൻ കൃത്യമായ മൊഴി അന്വേഷണ സംഘത്തിന് നൽകുന്നില്ല. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉറപ്പിക്കാൻ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വേണ്ടിവരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ പത്മകുമാറിനപ്പുറം ഈ കേസ് മറ്റ് തലങ്ങളിലേക്ക് ശക്തമായി വ്യാപിപ്പിക്കാൻ യാതൊരു വിധത്തിലും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഇടപെടലുകൾ നടത്തുന്നില്ല. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ഇപ്പോൾ എത്തും പിടിയുമില്ലാത്ത തലത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥ. ഇത് ആർക്ക് വിറ്റു എന്നതിനെക്കുറിച്ച് ഗോവർദ്ധൻ യാതൊരുവിധ മൊഴിയും നൽകുന്നില്ല. സ്വർണം കൈമാറിയ ഇടനിലക്കാരൻ കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ നടക്കുന്ന അന്വേഷണങ്ങൾ തമിഴ്നാട്ടിലെത്തി നിൽക്കുമ്പോൾ തിരിച്ച് കേരളത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. പത്മകുമാറിൽ വരെ സ്വർണ്ണക്കൊള്ള കേസ് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് പത്മകുമാറിനെ പോലെ ഈ ഗുരുതര കുറ്റകൃത്യത്തിൽ തുല്യ പങ്കാളികളാണ് അന്നത്തെ ബോർഡ് മെമ്പർമാരായ ശങ്കരദാസും വിജയകുമാറുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. എന്നിട്ടും ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. ഡി മണിയെ ശക്തമായി ചോദ്യം ചെയ്താൽ കേരളത്തിലെ ചില വമ്പന്മാർ നിലംപൊത്തുമെന്ന ഭയം ചിലരുടെ ഉള്ളിലുണ്ട്. അത് സ്ഥിരീകരിക്കും വിധമാണ് ഇപ്പോൾ മണി അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടിരിക്കുന്നത്. ഡി മണി തിരുവനന്തപുരത്തെത്തി പൂർണ്ണമായും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വലയിൽ വീണാൽ ചില വമ്പന്മാർ കൂടി നിലംപൊത്തും. എന്നാൽ സ്വർണ്ണക്കൊള്ള കേസ് എന്തുകൊണ്ട് പത്മകുമാറിനപ്പുറം മുൻപോട്ട് പോകുന്നില്ല? ഏറെ ദുരൂഹത ഉണർത്തുന്ന അന്വേഷണം തന്നെയാണ് ഈ കേസിൻ്റെ പിന്നാമ്പുറ സത്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.